ആണോ? ഓഡിബിൾ ആടാ. ഓക്കെ. ചെയ്തായിരുന്നോടാ അഡ്മിൻ്റെത്? ചെയ്തായിരുന്നു. ആ ഒരു ന്യൂസിന്റെ അല്ലേ? ന്യൂസിന്റെ. അപ്പൊ ഒന്ന് നോക്കാമോ? എവിടെയായിരുന്നു ഞാൻ ന്യൂസ് തുടങ്ങി? ടെസ്റ്റ് സെർച്ച് ന്യൂസ്. അയ്യോ ഷെയറിങ്. കാണാമോ? ടെസ്റ്റ് സെർച്ച് ന്യൂസ് ഗ്രോസറി ആപ്പ് ഇവിടെ വരെ ബട്ടൺ ക്ലിക്ക്. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സക്സസ് അല്ലേ? നോക്കട്ടെ, എക്സിക്യൂട്ട് പിന്നെ ചെയ്താലോ സെർച്ച് ന്യൂസ്. ഓക്കെ അത് റൺ ചെയ്യണം. ഒരു മിനിറ്റ്. ഹായ് അക്ഷര, ചെയ്തായിരുന്നോടാ? ഫിക്സ് ചെയ്തായിരുന്നല്ല? ഇല്ലില്ല, എനിക്ക് ഇന്നലെ ചെയ്യാൻ സമയം കിട്ടിയില്ല. ഞാനത് യൂസർ ടൈപ്പിന്റെ ഫൈൻഡ് വരെ എടുത്തു വെച്ചിട്ടുള്ളൂ ആക്ച്വലി. റൺ ചെയ്യട്ടെ. റൺ ചെയ്തോടാ. ചെയ്ത് നോക്കി എന്നപ്പോ അക്ഷര ചെയ്തപ്പോ ഞാനത് കഴിഞ്ഞ് പിന്നെ മോനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ആകെ തിരക്കായി. അവന് ചുമയായിരുന്നേ, കുറേ ദിവസമായി തുടങ്ങിയിട്ട്. എന്നാ ഒന്നുകൊണ്ട് കാണിച്ചേക്കാന്ന് ഓർത്തോണ്ട് പിന്നെ ആ വഴി പോയി. പിന്നെ ഇന്നലെ ക്ലൈന്റ് കോൾ ഉള്ള ദിവസമായിരുന്നു. മൊത്തത്തിൽ ട്രാപ്പായിരുന്നു. ഞാൻ അതിലുണ്ടായിരുന്ന ഏതൊരെണ്ണം ആണ് ഞാൻ. അത് മതി. ഇല്ല അതിലുണ്ടോ? അല്ലെങ്കിൽ ഏതാണെന്ന് കൊടുത്തോ? ബ്രേക്കിംഗ് ന്യൂസിലായോ എന്തേന്ന് കൊടുത്തോ? കുറെ പേര് യൂസ് ചെയ്യുന്നല്ല. നിരഞ്ജന, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഈ യൂസർ നെയിം നമ്മള് പാസ് ചെയ്യുന്നിടത്തേ ക്ലിക്ക് യൂസർ നെയിം ഡോട്ട് ക്ലിക്ക് കൊടുത്തിട്ട് വേണോ യൂസർ നെയിം ഡോട്ട് സെൻഡ് കീസ് കൊടുക്കാൻ? വേണ്ട, സെൻഡ് കീസ് മാത്രം മതി. ക്ലിക്ക് വേണ്ട അല്ലേ? ക്ലിക്ക് വേണ്ട. നമ്മൾ ഡാറ്റ പാസ് ചെയ്യുമ്പോൾ ഡയറക്ട്ലി സെൻഡ് കീസ് മതി. ക്ലിക്കിന്റെ ആവശ്യം ഇല്ല. പിന്നെ ഇതിനകത്ത് പാസ്വേഡ് നമ്മൾ എന്താ കൊടുക്കുക? ജസ്റ്റ് റാൻഡം പാസ്വേഡ് കൊടുത്തോ. ജസ്റ്റ് 1 2 3 എന്നോ എന്തെങ്കിലും പാസ്വേഡ് കൊടുത്തോ. റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അതിന്. എന്തെങ്കിലും കൊടുത്താൽ മതി. ഓക്കെ, സക്സസ് അല്ലേ? ഫൈൻ. ഞാനിതിനകത്തൊരു യൂസർ ടൈപ്പ് അഗസ്റ്റിൻ കണ്ടിട്ടാണല്ലോ പോയത്. അതിപ്പോ ഇല്ല. ഏതെങ്കിലും ഒരെണ്ണം കൊടുത്തോ? ഏതാ കൊടുത്തേ നീ? ഞാൻ അഗസ്റ്റിൻ ആയിരുന്നു ആദ്യം ചെയ്ത് വെച്ചിരുന്നതേ. ഇഷ്ടമുള്ളൊരു നെയിം കൊടുത്താലേ വേറൊരു നെയിം കൊടുത്തോ. അവിടുന്ന് ഏത് നെയിം കൊടുത്താലും പ്രശ്നമില്ല. അതിലിപ്പോ കറന്റ് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേര് കൊടുത്തോ. അക്ഷരക്ക് ഷെയർ ചെയ്യണോ? ഞാൻ ഷെയർ ചെയ്യാവേ. സ്റ്റോപ്പ് ചെയ്തോളന്ന്. ഞാൻ സ്റ്റോപ്പ് ചെയ്യണോ? സ്റ്റോപ്പ് ചെയ്തോ. ഞാൻ ഒന്ന് ഷെയർ ചെയ്യണ്ടേ. ഇപ്പൊ എന്റെ
സെൻഡ് കേസ് കൊടുത്തിട്ട് മിയാന്ന് കൊടുത്തു. യൂസർ ടൈപ്പ് അതിന്റെ ഇതെടുത്തു. ഇനി യൂസർ ടൈപ്പ് ഡോട്ട് ക്ലിക്കും കൂടെ കൊടുക്കണ്ടേ? യൂസർ ടൈപ്പ് ഡോട്ട് ക്ലിക്ക് ആണോ വരിക? ഒരു മിനിറ്റ്. ഏതിന്റെ എഴുതുന്നേ? അഡ്മിൻ ആണോ എഴുതുന്നേ? ന്യൂസ് അല്ലേ, സെർച്ച് ന്യൂസ് അല്ലേ ഞാൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അത് അല്ല, എനിക്ക് 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഒരു സെർച്ചും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഞാൻ ആ ക്ലിക്ക് സെർച്ച് ബട്ടൺ വരെ എഴുതിണ്ടായുള്ളൂന്ന്. ഓക്കെ ഇത് അതാണല്ലോ. ഓക്കെ ഫൈൻ. അത് അഡ്മിൻ അപ്പൊ ആണ്. യൂസർ ടൈപ്പ് സെലക്ട് ചെയ്യാൻ ഏതായിരുന്നു? സെലക്ട് ഡ്രോപ്പ് ഡൗൺ. സെലക്ടഡ്. അതേതായിരുന്നു ഓർക്കുന്നില്ല? ഇല്ല. ഡ്രോപ്പ് ഡൗണിന്റെ ഏതായിരുന്നു? യൂസർ ടൈപ്പ് സെലക്ട് ഈക്വൽസ് ന്യൂ സെലക്ട് ഓഫ് യൂസർ ടൈപ്പ്. ടൈപ്പ് ചെയ്തേ, താഴെ ടൈപ്പ് ചെയ്തേ. സെലക്ട് ഈക്വൽസ് സെലക്ട് ഓഫ് ക്യാപിറ്റൽ എസ് കൊടുക്കുക. സെലക്ട് ഓഫ് ബ്രാക്കറ്റ്സില് യൂസർ ടൈപ്പ്. ഇത് പാസ് ചെയ്ത് കൊടുത്താൽ മതിയോ? പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കണം. സെലക്ട് ബൈ ഇൻഡെക്സ് ഓഫ്. മിയ എന്തായിരുന്നു? ഏത് കൈൻഡ് ഓഫ് യൂസർ ആയിരുന്നു? സ്റ്റാഫ് ആണോ അഡ്മിൻ ആണോ? നോക്കിയോട്ടെ കേട്ടോ. അഡ്മിൻ ആണ്. അപ്പോൾ സെലക്ട് ബൈ ഇൻഡെക്സ് ഓഫ് 1. സെക്കൻഡ് വാല്യൂ ആണ്. അപ്പോൾ സെലക്ട് ബൈ ഇൻഡെക്സ് ഓഫ് 1. സെലക്ട് ഓഫ് എസ് ക്യാപിറ്റൽ അല്ലേ? എസ് സ്മോൾ തന്നെ. സജഷൻ വന്നില്ല നിനക്ക്? സെലക്ട് ബൈ ഇൻഡെക്സ് ഓഫ് 1 കൊടുത്തു. മതിയാ? നെക്സ്റ്റ് സേവിന്റെ ക്ലിക്ക്. സേവ് അല്ല, സെർച്ചിന്റെ ക്ലിക്ക്. റൺ ചെയ്ത് നോക്കട്ടെ. റൺ ചെയ്തു. ചിലത് ഓട്ടോമാറ്റിക് പോപ്പുലേറ്റ് ചെയ്ത് വരും, ചിലത് കറക്റ്റ് ആയിരിക്കും, ചിലത് റോങ് ആയിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ മുൻപ് ചെയ്ത് വെച്ച കോഡിന്റെ ഉണ്ടാവുമല്ലോ, അത് ചിലത് വരും. അതിന്റെ മുകളിലൊരു കോഡ് കൊടുത്തില്ലായിരുന്നു? ഇൻഡെക്സ് ഓഫ് 1 സ്റ്റാഫ് ആണ് കേട്ടോ, ഇൻഡെക്സ് ഓഫ് 1 അല്ല. അപ്പം ഏത് സ്റ്റാഫ് ആണോ 1 വരുന്നത്? നോക്കട്ടെ. സ്റ്റാഫ് എന്നാണ് സെർച്ച് വന്നത്. സ്റ്റാഫ് എന്നാ വന്നത്. ഡ്രോപ്പ് ഡൗൺ എടുത്തേ. അഡ്മിൻ സെക്കൻഡ് 1 ആണ് അല്ലേ? അപ്പോൾ ഓഫ് 2 കൊടുക്കുക കേട്ടോ. ഓഫ് 2 ആണോ 3 ആണോ? ഇവിടെ 3 2 ആണല്ലേ? സെലക്ടിന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ? 0 നിന്നല്ലേ? ഓക്കെ, ഞാൻ അത് മറന്നു. 1 മാറ്റിട്ട് 2 കൊടുക്കുക. ഓക്കെ. ഇതൊന്ന് റിവൈൻഡ് ചെയ്യണം. ഓക്കെ, ഇനി ഏതായിരുന്നു എന്നോട് പറഞ്ഞ? മാനേജ് ന്യൂസില് ഇത് 2 തവണ ആഡിങ് ന്യൂസ് എഴുതിയിരിക്കുന്നത്. ഒരെണ്ണം ആഡിങ് ന്യൂസ് മാറ്റിയിട്ട് സെർച്ച് ന്യൂസ് ആക്കിക്കേ. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ എഴുതാൻ എടുത്ത് വെച്ചതാ, എന്നിട്ട് അത്രയും കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചു. സെർച്ച് ന്യൂസ് വേണ്ട, അത് ഡിഫറൻസ് ഉണ്ട്. അതുവരെ കറക്റ്റ് അല്ലേ? ടെക്സ്റ്റ് വരെ കറക്റ്റ് അല്ലേ?
ടെക്സ്റ്റ് ചെയ്തൊന്നും കൊടുക്കണില്ല, സെർച്ച് ബോക്സ് അല്ലേ വേണ്ടത്. അല്ല സെർച്ച് ക്ലിക്ക് ചെയ്തില്ല അല്ലേ? ഞാൻ ന്യൂസ് ന്യൂസിൽ സെർച്ച് കൊടുക്കണം. ന്യൂസ് നമ്മൾ മുകളിൽ ക്രിയേറ്റ് ചെയ്തല്ലോ, ന്യൂസ് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം അത് കഴിഞ്ഞിട്ട് സെർച്ച് ക്ലിക്ക് ചെയ്യണം. അത് മാറ്റി. ഇതിനകത്ത് മാനേജ് ന്യൂസ് അല്ലേ? മാനേജ് ന്യൂസ്. അതിനകത്ത് സെർച്ചാ? അതിനകത്ത് സെർച്ച്. ഞാൻ അതിനകത്ത് എന്തോ ഒരു ന്യൂസ് ആഡ് ചെയ്തായിരുന്നല്ലോ. അത് ഏതെങ്കിലും ഒന്ന് കൊടുത്തോ. ഇതിലിപ്പോ ഏതെങ്കിലും ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് ഏതെങ്കിലും ഒന്ന് എടുത്തോ. ആദ്യം സെർച്ച് ഇൻസ്പെക്ട് ചെയ്തോ, പാട്ട് എഴുതിക്കോ. ക്ലാസ് ഈക്വൽസ് ഇൻപുട്ട്. ക്ലാസ് വെച്ച് കിട്ടോ? കിട്ടും, എഴുതിക്കോ, എഴുതി വെക്ക്. കോപ്പി ചെയ്ത് സെൻഡ് കീസ് കൊടുത്താ പോരെ? ക്ലിക്ക് വേണ്ടല്ലോ. ന്യൂസ് ഫീൽഡ് ഡോട്ട് സെൻഡ് കീസ്. യെസ്, സെൻഡ് കീസ്. അതിൽ കറന്റ്ലി ഉള്ള ഏതെങ്കിലും മെസ്സേജ് കൊടുത്തോ, ജോബ് ഫെയറോ ഏതെങ്കിലും ഒന്ന് കൊടുത്തോ. സെർച്ച്. അതും ക്ലാസ് വെച്ച് കിട്ടോ? അത് ക്ലാസ് വെച്ച് കിട്ടുമെന്ന് നോക്ക്, എഴുതി നോക്കിയേ. കിട്ടുന്നില്ല ടൈപ്പ് എടുത്തോ. ടാഗ് നെയിം മാറ്റിക്കേ. ബട്ടൺ. അത് ഫ്ലേക്കി ടെസ്റ്റ് കേസ് ആണ്. അതിന് ഫ്ലേക്കി ടെസ്റ്റ് കേസ് ആയതുകൊണ്ട് അത് കുഴപ്പമില്ല, ചെയ്തു കൊടുക്കും. അത് ഓട്ടോമേഷനിൽ പറയുന്നൊരു ടേം, ഫ്ലേക്കി ടെസ്റ്റ് കേസ്. അതിനത് ഇതുണ്ട്, നമുക്ക് പഠിക്കാനുണ്ടല്ലോ.
ഈ കൈൻഡ് ഓഫ് ടെസ്റ്റ് കേസിനെ കുറിച്ചിട്ട്. കീസ് ഡോട്ട് റിട്ടേൺ വെച്ചിട്ടുണ്ടല്ലോ. റിട്ടേണിന്റെ ആവശ്യമില്ല, റിട്ടേണിന്റെ ആവശ്യമില്ല. അടുത്ത സേവിന്റെ സെർച്ച് ബട്ടൺ മാത്രം. സെർച്ച് ബട്ടൺ മാത്രം. ടൈപ്പ് ഈക്വൽ സബ്മിറ്റ് ചെയ്തിട്ട് ടൈപ്പ് ഈക്വൽ സബ്മിറ്റ് ചെയ്തിട്ട് ബട്ടന്റെ മുകളിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ടെസ്റ്റ് ഫെയിൽഡ് 1 ഫെയിൽഡ് 2 പാസ്ഡ്. കാണിച്ചാ സെർച്ച് ആയില്ലേ? സെർച്ച് ആയിട്ടില്ല. എന്താ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. സെർച്ചിന്റെ എക്സ്പാത്ത് എടുത്തേ. അല്ല നോക്കട്ടെ. സെർച്ച് ഡോട്ട് ക്ലിക്ക് ബൈ ബൈ എന്ത് പറ്റി? എക്സിക്യൂട്ട്. ഇത് മാത്രം എക്സിക്യൂട്ട് ചെയ്യണം. ഇത് മാത്രം ഇങ്ങനെയല്ലേ നമ്മൾ ഇത് മാത്രം ഈ ഫയൽ മാത്രം അല്ലല്ല, ഫയലല്ല, എനിക്ക് ഈ സെർച്ചിനെസ് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഇനി മറ്റേത് രണ്ടും പാസ് ആവുന്നതല്ലേ. അപ്പൊ നമ്മള് ടെർമിനലില് കൊടുക്കണ്ട, പൈ ടെസ്റ്റ് കൊടുക്കണ്ട. ഇവിടെ ഒരു ഐക്കൺ വരുമല്ലോ മുകളിൽ, അത് ക്ലിക്ക് ചെയ്താലും മതി. ഏതാ? കുറച്ച് മുകളിലേക്ക് പോയിക്കേ. ഒരു ഐക്കൺ കണ്ടോ, റണ്ണിങ് ഐക്കൺ. അത് ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ ചെയ്യല്ലേ? ഇനി ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാന് എപ്പോഴും ഈ ടോപ്പ് ചെയ്യാ. അല്ല, അതിങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോ എന്റെ ഫയൽ റൺ ആവില്ലേ? നമുക്ക് ഒരെണ്ണം മാത്രം റൺ ആവണേ ഇങ്ങനെ റൺ ചെയ്യാം. സൂപ്പർ, എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ? ഇനി നമുക്ക് 10 ടെസ്റ്റ് കേസ് ടോട്ടൽ. നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വേണ്ട 10 ടെസ്റ്റ് കേസസ് ആണ്. ഇപ്പൊ ടോട്ടൽ ഓഫ് 10 ടെസ്റ്റ് കേസസ് ആയി. ഓക്കെ, ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് അസേർഷൻസ് ആണ്. ഞാനിപ്പോ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് തരുമ്പോൾ നമുക്ക് 2 പാർട്സ് ഉണ്ടാവും. റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് ഉണ്ടായിരിക്കും, എക്സ്പെക്ടഡ് റിസൾട്ടും ഉണ്ടായിരിക്കും. അപ്പൊ ഈ എക്സ്പെക്ടഡ് റിസൾട്ട് നമ്മൾ ഇതുവരെ ചെയ്ത റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് ആണ്. നിങ്ങൾക്ക് ഇതിനെ കുറച്ച് റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് ആണ്, നിങ്ങൾ അത് അങ്ങനെ തന്നെ എന്ത് ചെയ്തു, ഓട്ടോമേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ള എന്താണ്, എക്സ്പെക്ടഡ് കണ്ടീഷൻസ് മീറ്റ് ചെയ്തു എന്ന് നോക്കണം, വേണ്ടേ? സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അസേർഷൻസ്. ഓക്കെ, 2 ടൈപ്സ് ഓഫ് അസേർഷൻസ് ഉണ്ട്. ഹാർഡ് അസേർഷൻസും ഉണ്ട്, സോഫ്റ്റ് അസേർഷൻസും ഉണ്ട്. വെബ് അപ്ലിക്കേഷൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൂടുതലും ഹാർഡ് അസേർഷൻസ് ആയിരിക്കും. റീസൺ എന്താണെന്ന് വെച്ചാൽ, ഹാർഡ് അസേർഷൻസിന് ലെറ്റ്സ് സേ ഒരു ഹാർഡ് അസേർഷൻ ഫെയിൽ ആയി എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതായത് ഈ ഹാർഡ് അസേർഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ എൻറ്റയർ സ്ക്രിപ്റ്റ് അവിടെ സ്റ്റോപ്പ് ആയി പോകും. എന്റെ ടെസ്റ്റ് മെത്തേഡിൽ പിന്നെ വേറെ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാനുണ്ടോ, അത് എക്സിക്യൂട്ട് ആവത്തില്ല. പൊതുവേ നമ്മുടെ വെബ് അപ്ലിക്കേഷൻസ് ഒരേ ഫ്ലോയിൽ പോകുന്ന ഒരു കാര്യമല്ലേ. അതായത് ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു, നമ്മൾക്ക് റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് ഒരു ഫ്ലോയിലായിരുന്നു. അതായത് ആദ്യം നമ്മൾ URL-നെ ആക്സസ് ചെയ്യുന്നു, ആക്സസ് ചെയ്ത ശേഷം പോയി നമ്മൾ അഡ്മിൻ യൂസർ നെയിം പാസ്വേഡും നമ്മൾ കൊടുക്കുന്നു, സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഒരു ഓർഡറിലാണ്. ഇപ്പൊ നമ്മളുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ലെറ്റ്സ് ഇവിടെ എത്തിയിട്ട് ഇപ്പോ ന്യൂ സ്റ്റൈൽ ക്ലിക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് വെച്ച് ഫെയിലിയർ ആയി. അവിടെ വെച്ചൊരു അസേർഷൻ ഉണ്ടായിരുന്നു, അത് ഫെയിലിയർ ആയി. അവിടെ വെച്ച് എക്സ്പെക്ടഡ് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ ഫർദർ മൂവ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ബിക്കോസ് വെബ് അപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, വെബ് അപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുന്നത് ബേസിക്കലി സ്പീക്കിംഗ് ഒരു ഫ്ലോയിലാണ്. ആ ഫ്ലോ ഇടയ്ക്ക് വെച്ച് ഇന്ററപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡസന്റ് മേക്ക് സെൻസ് ടു മൂവ് ഫർദർ. അതുകൊണ്ട് തന്നെ എപ്പോഴും വെബ് അപ്ലിക്കേഷൻസിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഏതിലായിരിക്കും, ഒരു വെബ് അപ്ലിക്കേഷൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഹാർഡ് അസേർഷൻസിലായിരിക്കും. ഇനി സോഫ്റ്റ് അസേർഷൻസ് എന്ന് വെച്ചാൽ API ടെസ്റ്റിംഗ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, API ടെസ്റ്റിംഗ് വെച്ചാൽ എന്താ? യെസ്, അതായത് നമ്മളുടെ
നമ്മൾ നോർമലി കാണുന്ന ആപ്ലിക്കേഷൻസിനെല്ലാം ഒരു ഫ്രണ്ട് എൻഡും ഉണ്ട് ബാക്ക് എൻഡും ഉണ്ട് അല്ലെ. അതായത് നമ്മൾ കാണുന്ന UI ഉണ്ട്, പിന്നെ ബാക്ക് എൻഡിൽ കുറച്ച് ലോജിക്കും ഉണ്ട് ഇല്ലേ. ഉം. ഈ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് API എന്ന് പറയുന്ന ആള്. അതായത് നമ്മുടെ UI എന്നുള്ള ഡാറ്റയെ കൃത്യമായിട്ട് ബാക്ക് എൻഡിൽ എത്തിച്ച് ബാക്ക് എൻഡിലെ കാൽക്കുലേഷന്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വാപ്പ് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്ന ആളാണ് API എന്ന് പറയുന്ന ആള്. അപ്പൊ പലതരത്തിൽ API നമുക്ക് ചെയ്യാൻ പറ്റും. API നെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കുറെ ഉണ്ട്, അത് എൻറ്റയർ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇത്രയും മനസ്സിലാക്കി വെക്കുക, APIസിന് ഒരു കൃത്യമായിട്ടുള്ള ഫ്ലോ ഇല്ല. നമ്മുടെ വെബ് ആപ്ലിക്കേഷൻസിന് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഫ്ലോ ഉണ്ട് അല്ലേ. ഇതിന് API ടെസ്റ്റിങ്ങിന് കൃത്യമായിട്ടൊരു ഫ്ലോ ഇല്ല. അതായത് ഇവിടെ വെച്ച് ഇന്ററപ്റ്റ് ആയാൽ എല്ലാം എൻഡ് ആയി എന്നല്ല അതിന്റെ മീനിങ്. സോ അതുകൊണ്ട് തന്നെ API ടെസ്റ്റിംഗ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഏത് യൂസ് ചെയ്യുക, സോഫ്റ്റ് അസേഷൻസിനെ യൂസ് ചെയ്യുന്നത്. സോ 2 ടൈപ്സ് ഓഫ് അസേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഹാർഡ് അസേഷൻസ് ഉണ്ട്, സോഫ്റ്റ് അസേഷൻസ് ഉണ്ട്. വെബ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഹാർഡ് അസേഷൻസ് ആയിരിക്കും. റീസൺ എന്താണെന്ന് വെച്ചാൽ ഹാർഡ് അസേഷൻസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഫർദർ എക്സിക്യൂട്ട് ചെയ്യത്തില്ല ആ ടെസ്റ്റ് കേസ്. നമ്മളുടെ വെബ് ആപ്ലിക്കേഷൻസിൽ എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയറും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഹാർഡ് അസേഷൻസ് ആണ് നമ്മൾ വെബ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത്. ഇനി കമ്മിങ് ടു സോഫ്റ്റ് അസേഷൻസ്, API ടെസ്റ്റിംഗ് പോലുള്ള സ്ഥലത്താണ് നമ്മൾ സോഫ്റ്റ് അസേഷൻസ് യൂസ് ചെയ്യുക. ആൻഡ് സോഫ്റ്റ് അസേഷൻസിന് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അസേഷൻ ഫെയിൽ ആയാലും ടെസ്റ്റ് കേസ് കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ ആണോ? ഒരെണ്ണം ഫെയിൽ ആയാലും ബാക്കി ഫെയിൽ ആവില്ല, അടുത്തത് റൺ ആവും, എക്സിക്യൂട്ട് ആവും. അതെ കറക്റ്റ്. ഗോപി ക്ലിയർ ആണോടാ? ക്ലിയർ ആണ്. അപ്പൊ അസേഷൻസിൽ നമുക്ക് ഹാർഡ് അസേഷൻസ് എഴുതാനായിട്ട് അസേഷൻസിന്റെ നോട്ട് ഞാൻ തരാം കേട്ടോ. നിരഞ്ജന, ഒരു ഡൗട്ട്. അപ്പം എങ്ങനെ പോയാലും ഹാർഡ് അസേഷൻസ് അല്ലേ ഇപ്പം ആപ്ലിക്കേഷൻസ് പ്രിഫർ ചെയ്യുള്ളൂ? ബിക്കോസ് ഇടയ്ക്ക് എന്തെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിനോണ്ട് വെബ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത് ഹാർഡ് അസേഷൻസ് ആണ്. മൊബൈൽ ആപ്ലിക്കേഷൻസിൽ ഇപ്പൊ API ടെസ്റ്റിംഗിൽ സോഫ്റ്റ് ഇതെന്ന് പറയുമ്പോ ഇപ്പൊ ഇടയ്ക്കൊന്നും ഇതായാലും കുഴപ്പമില്ല. അതായത് API ടെസ്റ്റിംഗിൽ നമുക്ക് പലതരത്തിലുള്ള റിക്വസ്റ്റുകൾ ഉണ്ട്. പോസ്റ്റ്, ഗെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടൈപ്സ് ഉണ്ട്. സോ അപ്പോൾ ഇപ്പൊ ഒരു ഞാനിപ്പോ ഒരു ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു. ഗെറ്റ് റിക്വസ്റ്റ് ഫെയിലിയർ ആയാലും അതിന് കഴിഞ്ഞ് ഫർദർ എനിക്കൊരു ആക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതായത് അത് റിട്രീവൽ പോലെയാണ്. റിട്രീവൽ വർക്ക് ആയില്ലെങ്കിലും എനിക്ക് ഫർദർ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ. APIന്റെ ഫങ്ഷണാലിറ്റീസ് അങ്ങനെയായിരിക്കും വരിക. അതായത് ഒരു ആക്ഷൻ വേറൊരു ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല API ടെസ്റ്റിംഗ് പോലെയുള്ളടത്ത് വരിക. അങ്ങനെയുള്ള സിനാരിയോസ് വരില്ലേ, അവിടെ നമുക്ക് സോഫ്റ്റ് അസേഷൻസ് അപ്ലിക്കബിൾ ആണ്. വെബ് ആപ്ലിക്കേഷൻസിന്റെ കേസിൽ അങ്ങനെയല്ല. വെബ് ആപ്ലിക്കേഷൻസിന്റെ കേസിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസും അടുത്ത ആക്ഷനോട് ഡിപ്പെൻഡഡ് ആണ് അല്ലേ. ഞാൻ ചാറ്റിൽ കോഡ് ചെയ്തിട്ടുണ്ട്, നോട്ട്സ് ഇട്ടിട്ടുണ്ട്, ഒന്ന് സേവ് ചെയ്ത് വെച്ചു. ഇതിൽ നിങ്ങൾക്ക് കുറെ അസേഷൻസ് കാണാം. ഇതിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഈക്വാലിറ്റി അസേഷൻസ്, അതുപോലെ ഇൻ, നോട്ട് ഇൻ, ഇതാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക. ഈക്വാലിറ്റി അസേഷൻസ്, ഇൻ, നോട്ട് ഇൻ, ട്രൂ അസേഷൻ, അതല്ലെങ്കിൽ ഫാൾസ് അസേഷൻ, ഇത്ര അസേഷൻസ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യത്തുള്ളൂ. ക്ലിയർ? ഇപ്പൊ ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തോ, ഗോപികയും അക്ഷരയും സ്ക്രീൻ ഷെയർ ചെയ്തോ. രണ്ടുപേരുടെ സ്ക്രീൻ എനിക്ക് കാണാൻ പറ്റുമല്ലോ. എല്ലാവരും ടെസ്റ്റ് ലോഗിന് എടുത്തേ. ഗോപിക ഷെയർ ചെയ്തോളൂ കേട്ടോ. ഞാൻ ഷെയർ ചെയ്യണം.
ക്ലോസ് ചെയ്യണം. ബാക്കിയെല്ലാം ക്ലോസ് ചെയ്തു. എന്താ ഓപ്പൺ ചെയ്യണ്ടേ? എന്താടാ ടെസ്റ്റ് അല്ല എന്താ ടെസ്റ്റ് ലോഗിൻ എടുക്കണം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് കേസിലേക്ക് പോയിക്കോളൂ. നമ്മുടെ ഈ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് വാലിഡ് ലോഗിന്റെ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ എക്സ്പെക്റ്റഡ് റിസൾട്ട് പറയുന്നത് എന്തായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പാസ് ഫെയിൽ ആണ്. എങ്ങനെയാണ് നമ്മൾ പാസ്ഡ് ഓർ ഫെയിൽഡ് ആണോ തീരുമാനിക്കുക? നമുക്ക് അത് ഹോം പേജിലേക്ക് ലാൻഡ് ആയിട്ടോ നോക്കിയാ പോരെ? അതെ, നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലേ? അതായത് നമ്മളിപ്പോ വാലിഡ് ലോഗിൻ വെച്ച് സൈൻ ഇൻ ചെയ്തു. സൈൻ ഇൻ ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഹോം പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകും അല്ലെ? സോ എനിക്ക് അവിടെ എന്ത് ചെക്ക് ചെയ്താൽ മതി? ഓക്കെ, ഈ സൈൻ ഇൻ അപ്ലൈ ചെയ്ത ശേഷം ഉള്ള URL ഏതാണെന്ന് ചെക്ക് ചെയ്താൽ പോരെ? കറന്റ്ലി ഉള്ള അപ്ലിക്കേഷന്റെ URL ഏതാണെന്ന് ചെക്ക് ചെയ്തിട്ട് അത് എന്റെ ഈ അഡ്മിന്റെ ഈ ഹോം പേജിന്റെ URL ആണെന്ന് കമ്പയർ ചെയ്താൽ എനിക്ക് കിട്ടത്തില്ലേ? സോ അത് എഴുതാനായിട്ട് നമ്മൾ ബ്രൗസർ കമാൻഡ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു കമാൻഡ്, ഓർക്കുന്നുണ്ടോ? കറന്റ് വിൻഡോ ക്യാപ്ചർ ചെയ്യാനായിട്ട്, കറന്റ് URL ക്യാപ്ചർ ചെയ്യാനായിട്ട്, സോറി കറന്റ് URL ആണോ? കറന്റ് URL ഏതായിരുന്നു ഗോപിക? മറന്നോയടാ? ഓർമ്മ വരണില്ല പെട്ടെന്ന്. നമ്മളുടെ ആപ്ലിക്കേഷൻ കറന്റ്ലി നിൽക്കുന്ന URL ഏതാന്ന് ചെക്ക് ചെയ്യാനായിട്ട് ബ്രൗസർ കമാൻഡ്സ് തുടക്കത്തിൽ പഠിച്ചതാണ് നമ്മൾ. കറന്റ് അണ്ടർസ്കോർ URL ഡോട്ട് ഗെറ്റ് അല്ല, ഹാൻഡ്ലിംഗ് അല്ല, self dot driver dot current underscore URL എന്നിട്ട് പഠിച്ച് ഓർക്കുന്നുണ്ടോടാ? നമ്മള് ടൈറ്റിൽ എന്തോ ക്യാപ്ചർ ചെയ്യില്ലേ? ടൈറ്റിൽ ക്യാപ്ചർ ചെയ്യാം, ഡോട്ട് ടൈറ്റിൽ പറഞ്ഞ് ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, ഡ്രൈവർ ഡോട്ട് കറന്റ് URL അല്ലേ? ഡോട്ട് കറന്റ് URL. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, അതിനെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വെക്കൂ. എന്നിട്ട് കറന്റ് URLനെ ഡ്രൈവർ ഡോട്ട് കറന്റ് URLനെയോ സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് കറന്റ് URLനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തോടാ. URL ഈ ഡെഫിനിഷനിലാണോ, ഈ ഫംഗ്ഷനിലാണോ? വാലിഡ് ലോഗിന്റെ അകത്ത് ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞിട്ട് ബട്ടൺ ഡോട്ട് ക്ലിക്ക് കഴിഞ്ഞിട്ട് പ്രിന്റ് അല്ല, ജസ്റ്റ് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വെച്ചു. ഇത് ഇത്ര എഴുതിയാ മതിയില്ലേ? സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് കറന്റ് URL മതി. ഒരു വേരിയബിളിലേക്ക് ഇടണം. അസൈൻ ചെയ്തു. കറന്റ് ഈക്വൽസ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് ലൈൻ ആയിട്ട് കൊടുക്കടാ. എന്താടാ? അല്ല, അണ്ടർസ്കോർ URL അല്ലേ? അതെ, കറന്റ് അണ്ടർസ്കോർ URL അല്ല, കറന്റ് എന്ന് കൊടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. അല്ലല്ല, ഞാൻ ഇതാ ചോദിച്ചത്, ഇതിന്റെ നെയിമിംഗാ ചോദിച്ചത്. അത് കറന്റ് അണ്ടർസ്കോർ URL ആണ്. എന്റർ അടിക്കൂ. അസേർട്ട് നിങ്ങൾ കൊടുത്ത വേരിയബിള് അസേർട്ട് സ്പേസ് നിങ്ങൾ കൊടുത്ത വേരിയബിൾ നെയിം ഡബിൾ ഈക്വൽസ്. ഓക്കെ, കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അതെ, ഇവിടെ വരേണ്ട URL ഏതായിരിക്കും? നമ്മുടെ ഹോം പേജിന്റെ URL അല്ലേ? അതെ, ഡോട്ട് കറന്റ് URL അല്ല, ഇതല്ലേ അഡ്മിനുള്ളതല്ലേ?
അസർട്ട്. ഈ കേസിൽ ലൈൻ 9 ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടേ? ലൈൻ 9 അല്ല, അത് ആക്സസ് ചെയ്തിടാം. അപ്പൊ നമ്മളുടെ ഹോം പേജിന്റെ URL കിട്ടും. ഉം. ഒന്ന് ആക്സസ് ചെയ്ത URL. ഉം. ആ URL കോപ്പി എടുത്തു. അഡ്മിൻ ലാസ്റ്റ് ഉള്ള URL അല്ലേ? അഡ്മിൻ ലാസ്റ്റ് URL അതന്നെ. നീ ലോഗിൻ ചെയ്തേടാ ഗോപിക? ഇതിലല്ലേ? ഡബിൾ കോഡ്സ്. ഇനി അത് മാത്രം എക്സിക്യൂട്ട് ചെയ്തേ, ഫയൽ മാത്രം എക്സിക്യൂട്ട് ചെയ്തേ. ഈ URL ആണോ നിരഞ്ജന? ആ URL അല്ല, തന്നെ. ഇതോ? ഇൻവാലിഡ് യൂസർ നെയിമോ? അതെന്താ ഇൻവാലിഡ്? അത് ബാക്കിയുള്ള ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ആവുന്നതാടാ അക്ഷര. അപ്പൊ ഞാൻ ഇത് മാത്രമല്ലോ ഓടിച്ചുള്ളൂ. നീ മുകളിലെ ക്ലാസിന്റെ മുകളില് ക്ലാസിന്റെ കൂടെ ക്ലിക്ക്. കറക്റ്റ്. യു ആർ കറക്റ്റ്. അപ്പൊ ഈ ലിങ്ക് നമ്മൾ വേറൊരു വേരിയബിളിലേക്ക് ഇടണോ? വേണ്ട, ഡയറക്ട്ലി കൊടുത്താൽ മതി. ഓടി തീർന്നില്ലേ? ഓടി തീരായിരുന്നെങ്കിൽ ഈക്വൽ ടു self.driver.get അങ്ങനെ തന്നെ വേണോ? get of URL അല്ല, എങ്ങനെയാ അത് കൊടുക്കണ്ടേ? എങ്ങനെ ഡബിൾ കോഡ്സിൽ കൊടുത്താൽ മതി ഡയറക്റ്റ്. അല്ല, ഒരു ഫംഗ്ഷൻ ഒന്നും കൊടുക്കണ്ടേ? വേണ്ട ഡബിൾ കോഡ്സ് വെറുതെ ഡയറക്റ്റ് വെറുതെ. അപ്പൊ assert current equal to okay. പിന്നെ ചെക്ക് ചെയ്യണ്ടേ ഇത് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട്? വേണ്ട, ഇന്നത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ആ കമ്പാരിസൺ ഇത്രയുള്ളോ? മതി. ഡബിൾ ഈക്വൽസ് ഇല്ലേടാ, അതാണ് നമ്മളുടെ കമ്പാരിസൺ. ഓക്കെ. അല്ലാതെ ഈക്വൽ ടു പാസ് അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇല്ല, അതിന് പകരമാണ് നമ്മൾ എക്സ്പെക്ടഡ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. ഞാൻ കരുതി നമ്മളിങ്ങനെ കമ്പയർ ചെയ്യലോ, ഇതായിട്ട് ഈക്വൽ ആണെങ്കിൽ പ്രിന്റ്. ഇല്ല, അതൊന്നും ചെയ്യണ്ട. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അങ്ങനെ പ്രിന്റിംഗ് ഒന്നുമില്ല. എങ്കിൽ ഇതുപോലെ ബാക്കിയുള്ള എഴുതി നോക്കിക്കേ. ബാക്കിയുള്ള 3 എണ്ണത്തിന് ലോഗിന്റെ ബാക്കി 3 ടെസ്റ്റ് കേസസ് ഇല്ലേ, അതൊന്ന് എഴുതി നോക്കിക്കേ ഇതുപോലെ. അതും ഈ കറന്റ് URL എടുത്താൽ മതിയോ? കറന്റ് URL എടുത്താൽ മതി. അവിടെ കൊടുക്കേണ്ട ലോഗിന്റെ URL ആയിരിക്കും മാത്രം. സെയിം തന്നെയല്ലേ? ഈ 2 ലൈൻസ് കോപ്പി പേസ്റ്റ് ചെയ്താ പോരെ? മതി. സെയിം അല്ല, URL മാറും. നമ്മൾ കമ്പയർ ചെയ്യുന്ന URL മാറും. കറന്റ് URL സെയിം ആയിരിക്കും. /admin പകരം നമ്മൾ ഏത് കൊടുക്കണം അവിടെ? ഈ ഇൻവാലിഡ് യൂസർ നെയിമിനോ? ഇൻവാലിഡ് ക്രെഡൻഷ്യൽസിന് നമുക്ക് ലോഗിൻ പേജിലല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും. ലോഗിൻ ലാസ്റ്റ് ഉള്ള അതാണോ? ലോഗിന്റെ നമ്മുടെ ലോഗിന്റെ URL തന്നെ കൊടുക്കാം. അല്ല, നമ്മള് ഇൻവാലിഡ് യൂസർ നെയിം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ തെറ്റായിട്ടുള്ള യൂസർ നെയിം കൊടുത്തു. അപ്പൊ നമ്മൾ ഏത് URL ആയിരിക്കും പിന്നെ നിൽക്കുന്നേ? അപ്പൊ നമ്മള് ഫസ്റ്റ് പേജിൽ തന്നെ. അപ്പൊ URL ഏതാ കൊടുക്കുക നമ്മള്? admin/login. അങ്ങനെയല്ല, ഇവിടെ ഇൻവാലിഡ് യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ട് ഏതാ URL വരുന്നത് നോക്കിക്കേ. ആ URL തന്നെ കൊടുക്കുക.
ഓക്കെ. പാസ്വേഡ് ലോഗിൻ നോക്കിക്കോളൂ ചെയ്യാനും അവിടെ. പാസ്വേഡ്. പാസ്വേഡ് അഡ്മിൻ വാലിഡാ. ഓ ഓ ഓ യൂസർ 1 നമ്മളിവിടെ കൊടുത്ത സെയിം കോമ്പിനേഷൻ കൊടുത്തോ? എക്സൽ ഷീറ്റിൽ അല്ലേ? ടെസ്റ്റ് ഫെയിൽഡോ? അതെന്താ ടെസ്റ്റ് ഫെയിൽഡ് ആവാൻ കാരണം? കാണിച്ചേ. ഇൻവാലിഡ് പാസ്വേഡ് ആണ് ഞാൻ ഓടിച്ചത്. ഇൻവാലിഡ് പാസ്വേഡ് കാണിച്ചേ. /admin ഫെയിൽ ആവൂലേ? എടാ /admin ഏതിന്റെയാ? ഹോമിന്റെ അല്ലേ? മനസ്സിലായി. ഹോമിന്റെ. അടിക്കത്തില്ലേ? ലോഗിൻ അല്ലേ ഞാൻ ചെയ്തപ്പോ മാറിപ്പോയി എന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ? നിരഞ്ജന, ഇത് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ ലിങ്ക് എടുത്താ പോരെ ആ ശരിക്കും? ലിങ്ക് എടുത്താ മതി. യെസ്. അപ്പൊ എന്തിനാ എൻട്രി ചെയ്യാൻ പറഞ്ഞിരുന്നത്? പാസ്സായില്ലേ? ഇതേപോലെ ബാക്കി കൊടുത്തേടാ, ബാക്കി 3 എണ്ണത്തിനും. കുറച്ച് സ്ലോ ആയി പോകുക. അപ്ലിക്കേഷൻ സ്ലോ ആയി പോകുക. ക്ലിക്ക് കഴിഞ്ഞ് ഡ്രൈവർ കറണ്ട് വാറിൽ കൊടുക്കുമ്പോൾ അവിടെ ആക്ച്വലി പോയിട്ടില്ല. അപ്പോൾ അവിടെ ആദ്യം റിസീവ് ചെയ്യാൻ പറ്റിയത് ഏതാണ്? പഴയ ലോഗിനെയാണ് ചെയ്യുന്നത്. നിരഞ്ജന, ഇൻവാലിഡ് പാസ്വേഡിലും ഈ 2 ലൈൻ കോപ്പി ചെയ്താ പോരെ? സെയിം. മതി. ബിക്കോസ് എന്തായാലും ഫസ്റ്റ് പേജ് ആണ്. ലോഗിൻ പേജ് ആണ്. എന്റേത് വർക്ക് ആയതാണ്. ഓക്കേടാ. അവിടെ അവർ ഡിഫറൻസ് വരുമ്പോഴായിരിക്കും ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്ന URL ചേഞ്ച് ഉണ്ടാവും അല്ലേ? ഇവിടെ /admin പകരം ഏതാ വരിക? /login. ഓക്കെ. ഇത് ടൈം നോട്ട് സ്ലിപ്പ് വേണ്ട. ബിക്കോസ് ഇത് നമുക്ക് അതിനുണ്ട്. സെയിം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നാളെ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ 10 ടെസ്റ്റ് കേസസിലും ഓരോ അസേർഷൻസ് വീതം ആഡ് ചെയ്യണം കേട്ടോ. എടാ, അസേർഷൻസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാത്തിലും URL വെച്ച് ചെയ്താൽ മതിയോ? URL വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ വേറെ ഏതെങ്കിലും അസേർഷൻ വെച്ച് ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അസേർഷൻസ് എല്ലാത്തിലും. ഓക്കെ. ഞാൻ നോട്ട് ഒന്ന് എടുത്ത് വെച്ചോട്ടെ. ഞാൻ ആ നോട്ട് ഓൾറെഡി എന്റെ കയ്യിലുള്ളതായിരുന്നു. എന്നാലും നിരഞ്ജന എന്താ പറഞ്ഞ? ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുന്നു. നാളെ വരുമ്പോ നാളേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ബാക്കിയുള്ള ടെസ്റ്റ് കേസസ് ഉണ്ടല്ലോ, അതില് URL വെച്ച് എഴുതാൻ പറ്റുന്നതെല്ലാം എഴുതുക. ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന പോലെ. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏതൊക്കെ റിട്ടേൺ ടു ഹോം എഴുതാം. റിട്ടേൺ ടു ഹോം ടെസ്റ്റ് കേസ് ഏതായിരുന്നു? മാനേജ് ന്യൂസിൽ അല്ല, മാനേജ് ന്യൂസിലാണോ അഡ്മിനിലായിരുന്നോ? അഡ്മിനിലല്ലേനോ?
നമ്മളെന്തോ ഒരു ഫൈൻ ചെയ്യാൻ ഒരു ഏതോ റിട്ടേൺ ടു ഹോം എഴുതിയിട്ടുണ്ട് നമ്മള്. അല്ല, ഏതാണ് നമ്മള് റിട്ടേൺ ടു ഹോം എഴുതിയിട്ടുണ്ടായിരുന്ന അത് ഏതിലായിരുന്നടാ? അത് അഡ്മിൻ അഡ്മിനിലോ? അഡ്മിനിലല്ലേ എഴുതിണ്ടായിരുന്നെ? അഡ്മിൻ ക്ലിക്ക് ചെയ്ത് ബാക്കിൽ പോകുന്നത്. യെസ്, അഡ്മിൻ യൂസേഴ്സിൽ റിട്ടേൺ ടു ഹോം, അവിടെ നിങ്ങൾക്ക് ഇത് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. റീസെറ്റിലും നിങ്ങൾക്ക് ഇത് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ട് സ്ഥലത്ത് നമുക്ക് ടെസ്റ്റ് റീസെറ്റും ടെസ്റ്റ് അഡ്മിന് പറ്റില്ല. ടെസ്റ്റ് ന്യൂസ് എടുത്തേ. ടെസ്റ്റ് ന്യൂസ് ടെസ്റ്റ് ന്യൂസിൽ റിട്ടേൺ ടു ഹോം, റിട്ടേൺ ഹോം, ടെസ്റ്റ് ന്യൂസിൽ റിട്ടേൺ ഹോം എന്ന് പറഞ്ഞ ടെസ്റ്റ് ന്യൂസ് അല്ലേ നമ്മളുടെ. ഇതില് നിങ്ങൾക്ക് ഏത് അപ്ലൈ ചെയ്യാൻ പറ്റും? ഈ URL ചെക്ക് ചെയ്യുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഏതിനൊക്കെ എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് ഏതിനൊക്കെയാണ് URL വെച്ച് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി ഉള്ളത് എല്ലായിടത്തും എന്ത് ചെയ്യുക, URL വെച്ചിട്ട് അസേഷൻസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് നാളെ ഏതിനൊക്കെയാണ് പെൻഡിങ് ഉള്ളത് അതിനൊക്കെ ഇനി അസേഷൻസ് കൊടുക്കാം. നാളെ നിരഞ്ജന എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല നാളെ. ആടാ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിത് ചെയ്യാം. ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ഡേ ചോദിച്ചാൽ മതി. നോ ഇഷ്യൂസ്. നാളെ പറഞ്ഞാൽ മതി. നാളെ ഫ്രീ ആണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആവും നിരഞ്ജന? ഉച്ചയ്ക്ക് ശേഷം ഞാൻ അവൈലബിൾ ആണ്, കുഴപ്പമില്ല. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ സമയത്ത് വിളിക്കാം. ഓക്കേടാ, ഷുവർ. ഓക്കെ, ഒരു സ്ഥലം വരെ പോവാനുണ്ട്, അതുകൊണ്ട്. നിരഞ്ജന, നമ്മുടെ ഈ ക്ലാസിന്റെ റെക്കോർഡിംഗ് എവിടെയാ, ഏതാ പ്ലേസ് ഒന്ന് പറഞ്ഞു തരുമോ? അതാണെങ്കിൽ നാളെ ഒരു സമയത്ത് നമുക്ക് ഡൗട്ട് വന്നാലും ആക്സസ് ചെയ്ത് നോക്കാലോ. റെക്കോർഡിംഗ് ഞാൻ നിങ്ങൾക്ക് ഇതുവരെയുള്ളത് അയച്ചു തരാം. പൈത്തൺ സെലീനിയത്തിൻ്റെത് അയച്ചു തരാം, നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ആയിട്ട് അയച്ചു തരാം. ഓക്കെ, ബൈ. ഓക്കെ, സോ നിങ്ങളിപ്പോ നിങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, ഇനി ഇത് ഇപ്പോഴും എക്സിക്യൂട്ട് ആവുന്നതിന് കൃത്യമായിട്ടുള്ള ഓർഡർ ഇല്ല അല്ലെ? അപ്പൊ അത് ഇതിന്റെ ഇഷ്ടത്തിനുള്ള ഒരു ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം ലെറ്റ്സ് സേ എനിക്കൊരു സ്പെസിഫിക് ഓർഡറിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കൂ. ഈ എക്സിക്യൂഷൻ നിങ്ങളിപ്പോ ടെസ്റ്റ് ക്ലാസ് എക്സിക്യൂട്ട് ചെയ്യാന്ന് വിചാരിക്കൂ. നിങ്ങളുടെ പൈ ടെസ്റ്റ് കൊടുത്താൽ അതിന്റെ ഇഷ്ടമുള്ള റാൻഡം ഓർഡറിലായിരിക്കും വരിക. ഫസ്റ്റ് സെക്കൻഡ് തേർഡിൽ ഓരോ ക്ലാസ്സും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിക്ക് അങ്ങ് വരിക ചെയ്യുന്നത്. അപ്പോ അത് ലെറ്റ്സ് സേ നിങ്ങൾക്ക് അത് കൃത്യ ഒരു ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമോ? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലഗിൻ യൂസ് ചെയ്യാൻ പറ്റും. പൈടെസ്റ്റ് ഓർഡറിംഗ് എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്ലഗിൻ ആണ്. അതിനെ നമ്മൾ പറഞ്ഞുതരാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണ് പ്രയോറിറ്റി. അതായത് ഓരോ പൈടെസ്റ്റിലെ ഓരോ ടെസ്റ്റ് കേസിലും നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യാം, അക്കോർഡിംഗ് ടു വിച്ച് ഇറ്റ് നീഡ് ടു ബി എക്സിക്യൂട്ടഡ്. സോ അതിന് വേണ്ടിയിട്ട് പൈടെസ്റ്റ് ഓർഡറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലഗിനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം അവിടെ കിട്ടും. ഞാൻ ചാറ്റില് ഒരു നോട്ട് ഇട്ടിട്ടുണ്ട്, ആ നോട്ട് ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പൈടെസ്റ്റ് ഓർഡറിംഗിന്റെ നോട്ടാണ്, ജസ്റ്റ് സേവ് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്തോളൂ. പിപ്പ് ഇൻസ്റ്റാൾ ടെർമിനൽ എടുത്തിട്ടല്ലേ? ടെർമിനൽ എടുക്കാം. പിപ്പ് ഇൻസ്റ്റാൾ pytest -ordering. പിപ്പ് സ്പേസ് ഇൻസ്റ്റാൾ കഴിഞ്ഞ സ്പേസ് ഇല്ലേ? സ്പേസ് pytest -ordering. ഓർഡറിംഗ്
യെസ് ODER. ORDERING ORDERING ഓർഡറിങ്. ഓക്കെ. എത്രയല്ലേ ഉള്ളൂ? ഓർഡറിങ് അടിച്ചോടാ ഗോപിക? ആ, അടിച്ചു. ഓർഡറിങ് സ്ക്രീൻ അല്ലേ? സ്റ്റക്ക് ആയിരിക്കും, ORDE. അതുകൊണ്ടായിരിക്കും എനിക്ക് ഓർഡർ വരെ കാണുന്നുള്ളൂ. ഓർഡറിങ് അടിച്ചെങ്കിൽ എൻ്റർ അടിച്ചോ. ഗോപിക ഒരു വട്ടം കൂടെ ഒന്ന് ഷെയർ ചെയ്യോ സ്ക്രീന്? എനിക്ക് സ്ക്രീൻ സ്റ്റക്ക് ആ, ആയിട്ടാണ് നിൽക്കുന്നത്. ഷെയർ ചെയ്യാം, ഷെയർ ചെയ്യാം. Okay. ആയോ അത്? കാണാമോ? യെസ്, ഇപ്പൊ ലോഡിംഗ് ആണ്. യെസ്, ഞാൻ ഇപ്പൊ കമാൻഡില് ഒരു ചാറ്റിൽ ഞാൻ ഒരു ഇതിട്ടിട്ടുണ്ട്, ഒരു അനോട്ടേഷൻ ഇട്ടിട്ടുണ്ട്. അനോട്ടേഷൻ എടുത്തേ. ഇത് കഴിഞ്ഞില്ലേ നിരഞ്ജന? ഇത് ഇൻസ്റ്റാളേഷൻ ആയില്ലേ? ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതാ. യെസ്. ഓക്കെ. ഇനി നമ്മളുടെ ടെസ്റ്റ് ലോഗിൻ എടുത്തോടാ. ടെസ്റ്റ് ലോഗിനില് നമ്മുടെ ടെസ്റ്റ് വാലിഡിലേക്ക് പോയിക്കോ. വാലിഡ് ലോഗിനിലേക്ക് പോയിക്കോ. ടെസ്റ്റ് കേസ് അവിടെ ഞാൻ ഈ തന്നൊന്ന് പ്ലേസ് ചെയ്തേ. എന്റെ മുകളില് ഡെഫിന്റെ മുകളില്, ഫംഗ്ഷന്റെ മുകളില്. അനോട്ടേഷൻ ആണ് എപ്പോഴും ഫംഗ്ഷന്റെ. ഡെഫിന്റെയും ക്ലാസിന്റെ ഇടയിൽ അനോട്ടേഷൻസ് ആണ്. ഇൻഡന്റേഷൻ കറക്റ്റ് അല്ലേ? ഇൻഡന്റേഷൻ അത് കറക്റ്റ് ആണ്. കൊടുക്കും. വാലിഡില് കൊടുക്കണേടാ. ആരായിരുന്നു? അല്ല, വാലിഡില് ഞാൻ കൊടുത്തല്ലേ? ഓക്കെ. ഇനി ഇതേപോലെ താഴെയുള്ളതിലും കൊടുക്കുക, നെക്സ്റ്റിലും കൊടുക്കുക. അപ്പൊ എന്ത് കൊടുക്കുക? ഓർഡർ ഈക്വൽസ് 2 ആക്കി കൊടുക്കുക. അടുത്ത ടെസ്റ്റ് കേസിൽ താഴെയുള്ളതില് അടുത്തുള്ളത് അത് ഇതിന്റെ മുകളിൽ വന്നിട്ട് ഡെഫിനിഷന്റെ മുകളിൽ അല്ലേ? ഡെഫിനിഷന്റെ മുകളിൽ വന്നിട്ട് ഇവിടെ ഇത് അനോട്ടേഷൻ അല്ലേ? ഫസ്റ്റ് കൊടുത്തു, സെക്കൻഡ് കൊടുത്താണ്. ഫസ്റ്റ് എക്സിക്യൂട്ടീവ്, സെക്കൻഡ് എക്സിക്യൂട്ടീവ് ആണ്. അത് സെക്കൻഡിൽ എക്സിക്യൂട്ട് എന്ത് ചെയ്യും? നമ്മൾ അതിന് പ്രയോറിറ്റി 2 സെറ്റ് ചെയ്യും. കണ്ടിന്യൂഷൻ ആയിട്ട് ഇല്ല, അങ്ങനെ നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന പ്രയോറിറ്റി ഈക്വൽസ് ഓർഡർ ഈക്വൽസ് 1 2 3 എന്ന് വാല്യൂ കൊടുക്കുന്നില്ലേ? ആ ഓർഡറിലായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. യൂഷ്വലി നമ്മള് പൈ ടെസ്റ്റ് എന്ന് കൊടുക്കുമ്പം റാൻഡം ആയിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതാ പറഞ്ഞല്ലേ നേരത്തെ? അതെ, പൈ ടെസ്റ്റിലാവുന്നവർ റാൻഡം ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. ഈക്വൽസ് 4. ഇനി ഇതൊന്ന് ഡെഫിനിഷന് മുൻപേ ആവണം. എപ്പോഴും ഡെഫിനിഷന് മുകളിലാണ് നമ്മുടെ എല്ലാ അനോട്ടേഷൻസും കൊടുക്കേണ്ടത്. പൈ ടെസ്റ്റ് കൊടുക്കണ്ട, ക്ലാസിന്റെ മുകളിൽ ഒന്ന് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഈ ക്ലാസ് ഞെക്കിയാൽ മതിയോ? മതി, ക്ലാസ്സിലെ ഞെക്കിയാൽ മതി. ഫസ്റ്റ് അത് ലെഫ്റ്റ് സൈഡിൽ കാണാനല്ലേ താഴെ? താഴെ വരുന്നുണ്ടോ? 4 എക്സിക്യൂട്ട്. ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്ത ഓർഡർ ഒന്ന് നോക്കിയേ. കൃത്യമായിട്ട് ആദ്യം വാലിഡ് ലോഗിൻ, പിന്നെ ഇൻവാലിഡ് യൂസർ നെയിം, പിന്നെ ഇൻവാലിഡ് പാസ്വേഡ്, പിന്നെ ബോത്ത് ഇൻവാലിഡ്. ടെസ്റ്റ് ഫെയിൽഡ് നോക്കട്ടെ. ഇമ്പോർട്ട് ടെസ്റ്റ് മൊഡ്യൂൾ എവിടെ ഒരു ഇമ്പോർട്ട് എറർ അടിച്ചിട്ടുണ്ടല്ലോ. പൈ ടെസ്റ്റ് ഇമ്പോർട്ട് ചെയ്തില്ലേ? ഇമ്പോർട്ട് പൈ ടെസ്റ്റ് ഇമ്പോർട്ടഡ് ആണ്. കോഡ് കാണിച്ചേ. കോഡ് ഓക്കെ. ഇവിടെ എന്തോ ഒരു പ്രശ്നം. ഇൻഡന്റേഷൻ എറർ. എവിടെ കാണാൻ പറ്റുക ഓർഡർ നിരഞ്ജന? ഇത് ടെസ്റ്റ് റിസൾട്ട്സ് നമ്മള് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓർഡർ ചെക്ക് ചെയ്യണടാ. അപ്പൊ ഈ വിൻഡോ വന്നോണ്ടിരിക്കുകയായിരുന്നു അത്? ഓക്കെ. വിൻഡോ വരുമ്പോ നമുക്ക് ചെക്ക് ചെയ്യാലോ. അത് മിനിമൈസ് ചെയ്ത് അങ്ങനെ നോക്കണല്ലേ? ഞാൻ വിചാരിച്ചു ഇവിടെ സൈഡിൽ വരുന്നില്ല. മിനിമൈസ് ചെയ്ത് നോക്കാം.
ഇത് വരില്ല, ഇങ്ങനെ വരില്ല ഇവിടെ. ഇല്ല, അങ്ങനെ വരില്ല. അല്ല അത് ഇവിടെ കാണാം, ഫോർ പാസ്റ്റിൽ കാണാൻ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതില് കാണാം അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഈ ഓർഡർ കാണാം അല്ലേ? യെസ്, ഈ ഓർഡറിൽ എനിക്ക് എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ കൺസോളില് കാണുള്ളൂ അല്ല, ഇങ്ങനെയാ കാണുള്ളൂ. അതെ, ക്ലിയർ ആയി. ക്ലിയർ അല്ലേ? ഇനി next is PyTest coverage. PyTest coverage എന്ന് വെച്ചാൽ നമ്മളുടെ ടെസ്റ്റ് കേസ് എത്രത്തോളം പെർസെന്റേജ് ഓഫ് കോഡിനെ കവർ ചെയ്തിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് എന്ത് പറയാ, PyTest കവറേജ് ചെക്ക് ചെയ്യുന്നത്. ടെസ്റ്റ് കവറേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് PyTest അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലഗിൻ ആണ് PyTest COV എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് അഗൈൻ ഇൻസ്റ്റലേഷൻ ചെയ്തോളൂ. എന്താണ് ഇൻസ്റ്റാൾ PyTest -COV. PyTest -COV. ഇതെന്ത് ചെയ്യാനായിരുന്നു? എൻ്റർ ചെയ്തോ. ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് ടെസ്റ്റ് കവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെസ്റ്റ് കവറേജ്, ഓക്കെ, കവറേജ്. നെക്സ്റ്റ് കമാൻഡ് ആയിട്ട് കൊടുക്കണം PyTest space hyphen PyTest space hyphen terminal COV equals test enter. നമുക്ക് ടോട്ടൽ 10 ടെസ്റ്റ് കേസസ് ഉണ്ട്. അപ്പൊ കളക്ടഡ് 10 ഐറ്റംസ് വന്നു. എക്സിക്യൂട്ട് ആവും. എക്സിക്യൂട്ട് ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ബ്രൗസർ ക്ലോസിംഗ് ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി ഇപ്പൊ ബ്രൗസർ ക്ലോസിംഗ് ചെയ്യണ്ട, കാരണം നിങ്ങൾക്ക് റിപ്പോർട്ട് ജനറേഷന്റെ ബുക്ക് കൊടുക്കുമ്പോൾ ബൈ ഇറ്റ്സെൽഫ് ക്ലോസ് ആയി പോകും. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വേറെ സ്പെസിഫിക് ആയിട്ട് ചെയ്യിക്കാത്തത്. നോർമലി നമ്മൾ ടെസ്റ്റ് കവറേജ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എൻറ്റയർ ആയിട്ടുള്ള പാക്കേജിന് വേണ്ടിയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. നമ്മൾ ഒരു സ്പെസിഫിക് ക്ലാസ്സിന് വേണ്ടി നമ്മൾ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാറില്ല നോർമലി. ഇതെന്താ വീണ്ടും രണ്ടാവണ? ന്യൂസ് അല്ലേ, സോ അഡ്മിൻ അല്ലേ? നമ്മുടെ 10 ടെസ്റ്റ് കേസും ഇങ്ങനെ എക്സിക്യൂട്ട് ആവും. ഓക്കെ, ശരി. എല്ലാത്തിനും 100% കവറേജ് കിട്ടി അല്ലേ? അതായത് പറഞ്ഞുതരാം.
എല്ലാവർക്കും എക്സിക്യൂട്ട് ആയി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. കഴിഞ്ഞു തോന്നുന്നു അല്ലേ? കഴിഞ്ഞു. യെസ്. ഇനി ആ പൈച്ചാം എടുത്തേ. പൈച്ചാം എടുത്തേടാ രണ്ടുപേരും. എല്ലാം ക്ലോസ് ചെയ്യും. ലാസ്റ്റ് ക്ലോസ് ചെയ്യാം. പൈച്ചാം ഇവിടെ കണ്ടോ പൈച്ചാമിൽ എത്ര പെർസെന്റേജ് കാണിക്കുന്നത്? നമ്പർ ഓഫ് ലൈൻസ് താഴെ വന്നേടാ. ടെസ്റ്റ് കവറേജ് കണ്ടോ? ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് എക്സിക്യൂട്ടഡ് ഇവിടെ കണ്ടോ? ടോട്ടൽ 201 ലൈൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. അതിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് മിസ് ആയിട്ടുണ്ടോ? മിസ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അക്കോർഡിംഗ് കവറേജ് നമുക്ക് കുറഞ്ഞു കാണിച്ചു തരും. എക്സിക്യൂട്ട് ആവാൻ മിസ് ആയിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കവറേജ് 100% മാറിയിട്ട് എത്രയോ 90%, 95% ഒക്കെ ആയിട്ട് മാറും. മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കോഡ് കവറേജ് ചെക്ക് ചെയ്യുക, ടെസ്റ്റ് കവറേജ് ചെക്ക് ചെയ്യുന്നത്. കോഡ് കവറേജ് അല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ടെസ്റ്റ് കവറേജ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ടെസ്റ്റ് കേസ് എൻറ്റയർ ആയിട്ടുള്ള റെപ്ലിക്കേഷൻ സ്റ്റെപ്സിനെ കവർ ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ സിന്റാക്സും കൂടെ ഒന്ന് ചാറ്റിൽ അയച്ചു തരാമോ? കോപ്പി ചെയ്ത് ഇത് ആവശ്യം വരില്ലേ എന്തായാലും നമുക്ക് പ്രോജക്റ്റ് ആയാലും? ചാറ്റിലിട്ട് തരാലോ. ഇത് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരില്ലേ? ഇത് യൂസ് ചെയ്യേണ്ടി വരും. നമ്മളിവിടെ ചെയ്യുന്നത് ടെസ്റ്റ് കവറേജ് ആണ്. ടെസ്റ്റ് കവറേജും കോഡ് കവറേജും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. കോഡ് കവറേജ് നമുക്ക് പഠിക്കാനില്ല, ടെസ്റ്റ് കവറേജ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കോഡ് കവറേജ് എന്ന് വെച്ചാൽ മെയിൻ കോഡുമായിട്ട് എത്രത്തോളം ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത കോഡുമായി എത്രത്തോളം നമ്മൾ ടെസ്റ്റ് കേസിൽ കംപ്ലീറ്റ് ചെയ്തെന്നാണ് ചോദിക്കുന്നത്. ടെസ്റ്റ് കവറേജ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ടെസ്റ്റ് കേസിൽ എത്ര ലൈൻസ് എക്സിക്യൂട്ട് ആയി എന്നുള്ളതാണ് നോക്കുന്നത്. ടെസ്റ്റ് കവറേജ് ഓക്കെ. സോ ഈ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ നമ്മള് 7 എണ്ണാണോ എഴുതിയ 7 എക്സിക്യൂട്ട് ആവും? അതെ, എക്സിക്യൂട്ട് ആവുമല്ല, എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? അതിന്റെ ടോട്ടൽ കോഡ് കവറേജ് കാണാനായിട്ട് പറ്റും. കോഡ് കവറേജ് അല്ല, ടെസ്റ്റ് കവറേജ് കാണാനായിട്ട് പറ്റും. ക്ലിയർ ആണോടാ? ഓക്കെ. സോ ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ അസേർഷൻസ് എഴുതി വരിക കേട്ടോ. URL യൂസ് ചെയ്തിട്ട് നാളത്തെ കാര്യം ഞാൻ എപ്പോഴും ഫ്രീ ആണെന്ന് വെച്ചാൽ പിങ് ചെയ്തോ. ഒരു 12 കഴിഞ്ഞ പിങ് ചെയ്തോ, കുഴപ്പമില്ല. ഓക്കേടാ, ശരി. ശരി, താങ്ക് യു. താങ്ക് യു. ബൈ.